രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധമായ നിലപാടുകളൊക്കെ എടുക്കാനുള്ള പ്രധാന കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടല, അല്ലെങ്കിൽ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹംഗറിക്കാരനായ ഒരു ജൂതനായ ജോർജ് സോറോസ് രാഹുലിനെ വല്ലാതെ സ്വാധീനിച്ചു. ഇപ്പോൾ പുതിയൊരു ജോർജ് സോറോസ് അവതരിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആ ജോർജ് സോറോസിലേക്ക്, ജോർജ് സോറോസ് എന്നല്ല പേര്, അയാൾ സ്വീഡിഷ് ആണ്. പറയുന്നതിന് മുമ്പ് ഈ രാഹുൽ ഗാന്ധിക്ക് ജോർജ് സോറോസുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കുടുംബത്തിൽ തന്നെ ഒരു ബന്ധം കിടപ്പുണ്ട്. കാരണം നെഹ്റു കുടുംബത്തിൽ നെഹ്റു തന്നെ ചില സ്ഥലങ്ങളിൽ സ്ഥാനപതിയൊക്കെ ആക്കിയ നെഹ്റു കുടുംബത്തിലെ പല ആളുകൾക്കും ജോലി കൊടുത്തിരുന്നല്ലോ. ഇങ്ങനെ വിജയലക്ഷ്മി പണ്ഡിറ്റ്, പിന്നെ ഒരു കൗള് സ്വന്തം കുടുംബത്തിലെ കരസേനയില് ഒരു കമാൻഡിന്റെ മേധാവിയായിരുന്നു. അങ്ങനെയാണ് 1962 ചൈനയോട് നമ്മൾ തോറ്റല്ലോ. അപ്പോൾ ബി കെ നെഹ്റുവിന്റെ ഭാര്യ ഫോറി, ആ ഫോറി ഹംഗറിയിൽ നിന്ന് തന്നെയുള്ള ജൂതയായിരുന്നു. ഈ ഫോറിയും ജോർജ് സോറോസും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. ഇവരുടെ 100ാമത്തെ ജന്മദിനത്തിന് ഈ ഫോറിയെ കാണാൻ അദ്ദേഹം, ഈ ജോർജ് സോറോസ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോൾ ജോർജ് സോറോസുമായിട്ടേ നേരിട്ട് ലിങ്ക് ഉണ്ട്. ഇതില് ഇവർ തമ്മിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്വീഡിഷ് ശതകോടീശ്വരനായി അമേരിക്കയിലെ വയോമിങ്ങിൽ താമസിക്കുന്ന ഹാൻസ് യോർഗ് വിസ് എന്ന് പറഞ്ഞ ആളിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് ജോർജ് സോറോസ് രണ്ടാമൻ എന്ന് പറയാം. കാരണം ഇപ്പോൾ അവിടെ അമേരിക്കയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്ന് 2024 തെരഞ്ഞെടുപ്പിൽ ഇയാൾ ഈ ഇടതുപക്ഷത്തിനെ, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയെ വലിയ തോതിൽ സഹായിച്ചതായിട്ട് വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.